വിമത നീക്കത്തിൽ പൊറുതിമുട്ടി രാജ്യത്തു നിന്ന് രക്ഷപ്പെട്ട് റഷ്യയിൽ അഭയം തേടിയ സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ വിഷം നൽകി കൊല്ലാൻ ശ്രമം നടന്നതായി റിപ്പോർട്ട്. ഡിസംബർ 8 മുതൽ വ്ളാഡിമിർ പുടിന്റെ സംരക്ഷണയിൽ കഴിയുന്ന അസദിനാണ് ആപത്ത് സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. ഞായറാഴ്ചയാണ് 59-കാരനായ അസദ് ഗുരുതരാവസ്ഥയിൽ ആയത്. കടുത്ത ചുമയും ശ്വാസമുട്ടലും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. രക്തപരിശോധനയിൽ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി. അപ്പാർട്ട്മെന്റിൽ തന്നെ അദ്ദേഹത്തിന് ചികിത്സ നൽകി. തിങ്കളാഴ്ചയോടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. റഷ്യൻ അധികാരികൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു മുൻ റഷ്യൻ ചാരന്റെ ഉടമസ്ഥതയിലുള്ള ജനറൽ SVR എന്ന ഓൺലൈൻ ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2 പതിറ്റാണ്ടത്തെ അസദിന്റെ ഭരണത്തിന് തിരശ്ശീലയിട്ടുകൊണ്ട് വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ അസദും ഭാര്യ അസ്മയും റഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ലണ്ടനിൽ ജനിച്ച അസ്മ അവിടേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതോടെ UK-യിൽ പ്രവേശിക്കാൻ വിലക്ക് നേരിടുകയാണ്. അസ്മ വിവാഹമോചനം നേടി UK-യിലേക്ക് പിന്നീട് മടങ്ങുമെന്നാണ് സൂചന. അസദിനെ വിഷം തീണ്ടിയോ എന്നറിയാൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അസദിന്റെ പ്രതിനിധികളോ റഷ്യൻ അധികാരികളോ ഒന്നും സ്ഥിരീകരിക്കാത്തതുകൊണ്ട് അനിശ്ചിതത്വം തുടരുകയാണ്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് തനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതായി അസദ് സുരക്ഷാ ഗാർഡുകളെ അറിയിച്ചിരുന്നു.